فأصبح ماؤكم غورا فمن يأتيكم بماء معين. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യരെ? നിങ്ങളുടെ വെള്ളം അങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൃദ്ധമായ നല്ല വെള്ളമുണ്ടല്ലോ, അതങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് ആ ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരിക? ആരുമില്ല. ആര് മാത്രമുള്ളൂ പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ഈ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ, ആ മഴയിൽ അമിതമായി നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, പടച്ചോനെ ഉപകാരപ്രദമായ മഴയെ നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചോനെ ഇതിനെ ഞങ്ങൾക്കൊരു ഭീതിയാക്കിക്കൊണ്ട് പ്രയാസമാക്കിക്കൊണ്ട് നീ തരല്ലേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അപ്പൊ ഒന്നാമത്തെ പാഠം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. മഴ എന്നുള്ളത് റബ്ബിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. രണ്ടാമത്തെ പരീക്ഷണം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ മനുഷ്യരായ നമ്മൾ ദുർബലരാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ നടക്കുന്നത്. പടച്ച റബ്ബിന്റെ ഫضل കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കിയേ നിങ്ങള്, ഈ അടുത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ദുരന്തങ്ങളുടെ വാർത്തകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ? താനൂസ് എന്ന സ്ഥലത്ത് നടന്ന ബോട്ട് അപകടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ വെച്ച് നടന്നുകൊണ്ടുണ്ടായ ഈ ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ? അവിടെ ആളില്ലാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആളുകളില്ലാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ശക്തരായ ആരോഗ്യമുള്ള ആളുകളുണ്ട്. പക്ഷേ ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നിമിഷ നേരം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അള്ളാന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? നമ്മൾ ദുർബലരാണ്. അപ്പൊ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ദുർബലരാണ്. ആർക്കും ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അന്ന് പറയാണ്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ അലിയുൽ ഹമീദ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആശ്രിതന്മാരാകുന്നു. അല്ലാഹു ആകട്ടെ സ്വയം പര്യാപ്തനും സുദീർഘനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളില്ല. നമ്മൾ എത്ര സ്തുതിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്രയെത്ര സങ്കടമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായത്. നമുക്കില്ലേ ഉമ്മയും കുടുംബം, കൂട്ടുകാരും, ഭാര്യയും, മക്കളും, അല്ലേ? നമ്മളങ്ങനെ ജീവിക്കുന്ന ആളുകളല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഒരു രൂപത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. അതുപോലെ വിശ്വാസികളെ, മൂന്നാമതായി കൊണ്ട് നമുക്കുള്ളൊരു പാഠം എന്താണെന്നറിയോ? ചെറിയ ശിക്ഷകൾ എന്നുള്ളത് വലിയ ശിക്ഷകളിൽ നിന്നും മടങ്ങാനുള്ള മുന്നറിയിപ്പുകളാണ്. എങ്ങനെ? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം വരാനിരിക്കുന്ന വലിയ പരീക്ഷണത്തിൽ അകപ്പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വലിയ മാർഗമാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഏറ്റവും വലിയ ശിക്ഷ കൂടാതെ ഈ ഐഹികമായ ജീവിതത്തിലൂടെ ചില ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. ലഅല്ലഹും യർജിഊൻ, അവർ ഒരു വേള മടങ്ങിയേക്കാമല്ലോ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമുക്ക് പാഠമുണ്ട്. നമുക്ക് പഠിക്കുവാൻ ഒരുപാട് ചിന്തിക്കുവാനുള്ള പാഠങ്ങളുണ്ട്. നാലാമതായി നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പാഠം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഖേദിച്ചു മടങ്ങുവാനുള്ള സന്ദർഭമാണ്, ചിന്തിക്കുവാനുള്ള സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ. അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്,
ثم لا يتوبون ولا هم يذكرون. എന്നിട്ടും അവർ ഖേദിച്ച് മടങ്ങുന്നില്ല, എന്നിട്ടും അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അടിക്കടെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴും വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട്. നമ്മൾ ഖേദിച്ചു മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. ഇന്ന് നടന്നത് വയനാട് ജില്ലയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്കാകാം. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖേദിച്ചു മടങ്ങുവാനും ചിന്തിച്ചു മനസ്സിലാക്കുവാനും ഇത് നമുക്കൊരു പാഠമായി തീരണം. അതുപോലെ അഞ്ചാമതായി കൊണ്ട് നമുക്കുള്ളൊരു പാഠം തന്നെ പ്രിയപ്പെട്ടവരെ, അദൃശ്യവും ഭാവിയും അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എത്രയോ ആളുകൾ ഇവിടെ മുദബ്ബിറുൽ ആലമീങ്ങളുണ്ട്, ഇവിടെ ഭാവി നോക്കുന്ന ആളുകളുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങളെ, ഭാവി കാര്യങ്ങളെ അറിയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, ആലിമീങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഓക്കെ, നിങ്ങൾ അല്ലേ എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു കുടുംബത്തിലെ 10, 20, 16 പേര് പോലും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകണമെങ്കിൽ കെട്ടിയുണ്ടാക്കിയ വീട് പോലും കാണാതില്ലാതെ, നാട്ടിലുണ്ടായ വിദ്യാലയങ്ങൾ കാണാതില്ലാതെ, സ്വന്തം മക്കളെ ഒരു നോക്ക് പോലും കാണാൻ പോലും കഴിയാത്ത ആ ഒരവസ്ഥയിലേക്ക് ഇത്രയേറെ വലിയ ഒരു ദുരന്തം പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ട് എവിടെയാണ് ഭാവി പ്രചരിക്കുന്ന ആളുകൾ? എവിടെയാണ് ഭാവി അറിയുന്ന ആളുകൾ? ഇല്ല പ്രിയപ്പെട്ടവരെ, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറഞ്ഞു കൊടുക്കുക, ആകാശഭൂമിയിലുള്ളവരാരും അദൃശ്യ കാര്യങ്ങൾ അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, നിങ്ങൾ എന്നാണ് ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും നിങ്ങൾക്കറിയൂല. എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുപോലെ റബ്ബ് പറഞ്ഞില്ലേ, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. എന്നാൽ അവന്റെ അദൃശ്യമായ കാര്യങ്ങൾ യാതൊരാൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു അദൃശ്യ കാര്യങ്ങൾ അറിയുവാനുണ്ടായ കഴിവുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിക്കുമായിരുന്നില്ലേ? നിങ്ങൾ ആ സ്ഥലം നിങ്ങൾ വിട്ടുപോയിക്കോ, ആ വീട് വിട്ട് നിങ്ങൾ മാറിപ്പോയിക്കോ, അവിടെ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ, നിങ്ങൾക്ക് ഭയാനകമായി കൊണ്ടുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട് ഇവിടെ? ഒരാളുമില്ല. അപ്പൊ അദൃശ്യമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അറിയുന്നവൻ എന്നുള്ള വലിയ ഒരു പാഠം പ്രിയപ്പെട്ടവരെ ഈ ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആറാമതായി കൊണ്ട് നമുക്കുള്ള പാഠം എന്താണെന്നറിയോ? ദുരിതങ്ങൾക്ക് മുമ്പിൽ, പ്രയാസങ്ങൾക്ക് മുമ്പിൽ, പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് നമ്മൾ നിൽക്കുക. അതിനെ പഠിക്കുവാനോ, അതിനെ ചീത്ത പറയുവാനോ, അതിനെ ശകാരിക്കുവാനോ, ഈ പണ്ടാറടങ്ങിയ മഴ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുവാനോ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമുക്ക് സാധ്യമല്ല. നമുക്കത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ. നിനക്ക് മുമ്പ് നാം പല സമൂഹങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ.
ലഅല്ലഹും യതദറഊൻ. അനന്തരം അവരെ കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് നാം പിടികൂടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലഹും യതദറഊൻ. അവർ വിനയാനിതരായി കൊണ്ട് തീരാൻ വേണ്ടിയിട്ടാണ്, വിനയമുള്ള ആളുകളാകാൻ വേണ്ടിയിട്ട് അവർക്ക് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പരീക്ഷണങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ശാരീരികമായും സാമ്പത്തികമായും അവർക്ക് വേണ്ടി പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായവുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ചോളി പ്രിയപ്പെട്ടവരെ, എത്ര സങ്കടം ഉണ്ടാകും ആ വീട്ടുകാർക്കൊക്കെ, എത്ര പ്രയാസം ഉണ്ടാകും. നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഉമ്മയുടെ കൈകാലുകൾ ഒന്ന് മുറിഞ്ഞു പോകുന്നു നമ്മൾ ഇഷ്ടപ്പെടുമോ പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ലല്ലോ, ഒരിക്കലുമില്ല അല്ലെ? എത്രയെത്ര സ്വപ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇല്ലാതായി പോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്ക് ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളും മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.